ട്രാവൽ, ബഹിരാകാശ യാത്ര, അതിൻ്റെ ആ ഒരു തയ്യാറെടുപ്പിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അപ്പം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു യാത്രയ്ക്ക് പോകാൻ തയ്യാറാണ്, പക്ഷേ മടങ്ങി വരുമോ എന്നുള്ളത് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ആ യാത്ര തടസ്സമായിട്ട് നിൽക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള അഡ്വഞ്ചർ, സാഹസികത, അതിലോട്ടുള്ള ആ ഒരു പ്രേരക ഘടകം എന്താണ്? ആമസോൺ റെയിൻ ഫോറസ്റ്റ് പോലെയുള്ള കാടുകളൊക്കെ സന്ദർശിക്കാൻ ഇടയായിട്ടുണ്ടോ? അതൊന്ന്. പിന്നെ രണ്ടാമത് ഇപ്പോൾ നടക്കുന്ന ഈ കേരളത്തിലെ മൈഗ്രേഷൻ, അതെങ്ങനെ നമുക്ക് റിവേഴ്സ് മൈഗ്രേഷൻ ആക്കാൻ സാധിക്കും? ഇപ്പം ഇവിടെ കൂടുതലും ഓൾഡ് ഏജ് ഹോംസും നമ്മുടെ പ്രായമായിട്ടുള്ള മാതാപിതാക്കളൊക്കെ കെയർ ഗിവേഴ്സിന്റെ മേഴ്സിയിലൊക്കെ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പലായനം, ബ്രെയിൻ ഡ്രെയിൻ, എങ്ങനെ റിവേഴ്സ് മൈഗ്രേഷനിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. താങ്ക് യു. ബഹിരാകാശ യാത്രയെക്കുറിച്ച് ചോദിച്ചാൽ തിരിച്ചു വരുമെന്നുള്ള പേടി കൊണ്ട് പോകാത്തതല്ല, അതൊരു തമാശ പറഞ്ഞതേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി വളരെ വളരെ ടെക്നോളജി ആവശ്യമുള്ള, സാങ്കേതികത്വം ആവശ്യമുള്ള, സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, ഒരു സുനിത വില്യംസ് ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ വേണ്ടി പോയ സുനിത വില്യംസ് ഏതാണ്ട് 1 കൊല്ലത്തോളം അടുത്ത് 9 മാസം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അടുത്ത കാലത്തും സ്പേസ് എക്സിൻ്റെ ഒരു ബഹിരാകാശ വാഹനം പരീക്ഷണം ഫെയിലായി. അപ്പോൾ ഇത് ഇപ്പോഴും മാൻഡായ വെഹിക്കിൾസ്, മനുഷ്യനുമായി യാത്ര ചെയ്യുന്ന ബഹിരാകാശ ദൗത്യങ്ങൾ ഇപ്പോഴും വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഇന്ത്യ വിക്ഷേപിക്കുന്നത് നമ്മുടെ മനുഷ്യരെയല്ല, മനുഷ്യരുമായിട്ടുള്ള വാഹനങ്ങളല്ല. അപ്പോൾ അതിന് അതിൻ്റേതായ സാധ്യതകളുണ്ട്. മറ്റേത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു മേഖലയാണ്. തന്നെയല്ല, ഒരു സ്വകാര്യ മേഖലയിൽ വ്യത്യസ്തമായ ഒരാശയവുമായിട്ട്, അതായത് മറ്റ് സ്പേസ് എക്സ്പെഡീഷൻസ് ഒക്കെ നടത്തുന്നത് പലപ്പോഴും ട്രെയിൻഡായ ആളുകളെ, മീൻസ് പൈലറ്റ്സ് അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ, അതുമായിട്ട് എയറോസ്പേസ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടവർ, സ്പേസ് അതിലെ എഞ്ചിനീയറിംഗ് കാര്യങ്ങൾ അറിയുന്ന ആളുകൾ ഒക്കെയാണ്. എന്നാൽ സ്പേസ് ടൂറിസം എന്ന് പറയുമ്പോൾ സാധാരണക്കാർക്ക് ഭാവിയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ വെർജിൻ്റേത് സ്പേസ് ടൂറിസം എന്ന പേരുണ്ടെങ്കിലും അവരുടെ ഉദ്ദേശം സ്പേസ് ലൈനറുകൾ ആരംഭിക്കുക എന്നുള്ളതാണ്. എയർലൈനുകൾ പോലെ സ്പേസ് ലൈനർ, ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്കറിയാം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും കൊച്ചിയിൽ നിന്ന് നിങ്ങൾ അമേരിക്കയിൽ എത്തണമെങ്കിൽ വിമാനത്തിൽ ഏകദേശം ഒരു 16-18 മണിക്കൂർ അല്ലെങ്കിൽ അത്രയും സമയം യാത്ര ചെയ്യേണ്ടി വരുന്നു. അത് ഒരു 50 കൊല്ലം മുമ്പ് യാത്ര ചെയ്തവർ ഇതേ സമയത്തിലാണ് പോയത്. ബാക്കി ലോകത്ത് എല്ലാ കാര്യത്തിലും വേഗത ഉണ്ടായിട്ടുണ്ട്. മറ്റെല്ലാ മേഖലയും അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തിന് മാത്രം സ്പീഡ് കൂടുന്നില്ല. വിമാനത്തിന് പകരമുള്ള സംവിധാനവും ഇപ്പോഴും ആയിട്ടില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു മേഖല സ്റ്റാൻഡ് സ്റ്റില്ലാണെങ്കിൽ ഞാൻ പറയും അത് ഗതാഗത മേഖലയാണ്. ഗതാഗത മേഖല, പ്രത്യേകിച്ച് എയർലൈനുകൾക്ക് സ്പീഡ് കൂടിയിട്ടില്ല ഇപ്പോഴും. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, കൊച്ചിയിൽ നിന്ന് നിങ്ങൾക്ക് ന്യൂയോർക്കിൽ എത്താൻ 1.5 മണിക്കൂർ മതിയെങ്കിൽ ഇന്നുള്ളതിൻ്റെ എത്ര മടങ്ങ് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങും? എത്ര ഇന്ധന ലാഭം ഉണ്ടാവും? പ്രകൃതിക്ക് എത്ര ലാഭം ഉണ്ടാവും? പ്രകൃതിക്ക് എത്ര ഗുണമുണ്ടാവും? എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാവും? എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അപ്പോൾ ടെക്നോളജി ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്ന ഒരു മേഖലയാണത്. ഇതിന് പരിഹാരമായിട്ട് വെർജിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് സ്പേസിലേക്ക് കയറി സ്പേസിലൂടെ യാത്ര ചെയ്ത് താഴേക്ക് ഇറങ്ങുക. എന്തുകൊണ്ടാണ് വിമാനത്തിന് ഇതിൽ കൂടുതൽ സ്പീഡിൽ പോകാൻ പറ്റാത്തത്? അന്തരീക്ഷത്തിന്റെ വായുമണ്ഡലത്തിലൂടെയാണ് വിമാനം പോകുന്നത്. വിമാനത്തിന് വായുവിലൂടെ പോകാൻ പറ്റൂ. വായുവിലൂടെ ഒരു പരിധിയിൽ കൂടുതൽ സ്പീഡിൽ പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ, ഭൂമിയുടെ ഗ്രാവിറ്റി, ഈ പ്രശ്നങ്ങളെല്ലാം കാരണം അതിന് ഒരു ലെവലിൽ കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അത് കത്തിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. കോൺകോർഡ് വിമാനങ്ങൾ പരാജയപ്പെട്ടത് അങ്ങനെയാണ്. അത് ഏതാണ്ട് 1/2 അടി വരെ നീളം കൂടുമായിരുന്നു എന്നാണ് പറയുന്നത്, ഇതിന്റെ ചൂട് കൂടിയിട്ട്. അപ്പോൾ സ്പീഡ്, അന്തരീക്ഷത്തിൽ കൂടെ പോകുന്ന ഒരു വാഹനത്തിന് സ്പീഡ് കൂട്ടാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോഴും. അതിനുള്ള ടെക്നോളജിയിൽ നിരന്തര ഗവേഷണം നടക്കുന്നുണ്ട്. അതിന് പകരമായിട്ടാണ് നമ്മൾ ഒരു വാക്വം ട്യൂബിനകത്തൂടെ വാഹനം ഓടിക്കുന്ന ഒരു ടെക്നോളജിയെ കുറിച്ചൊക്കെ ചിന്തിച്ചു വന്നത്. അതും പൂർണ്ണമായിട്ടും അങ്ങ് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോൾ പുതിയ പുതിയ സാധ്യതകൾ തേടുമ്പോൾ അതിൽ സ്പേസിലേക്ക് കയറി സ്പേസിലൂടെയുള്ള യാത്രയ്ക്ക് നമുക്ക് അധികം ഇന്ധനം ആവശ്യമില്ല. നമുക്കറിയാം, വർഷങ്ങളായി നമ്മുടെ ബഹിരാകാശത്ത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനവും ഇന്ധനം കത്തിച്ചല്ല കറങ്ങുന്നത്. ബഹിരാകാശത്ത് ഗ്രാവിറ്റിയുടെ കുറവ് തീരെ കുറവാണ്, ഫ്രിക്ഷൻ ഇല്ല. അത് ഇങ്ങനെ നമുക്ക് ചുറ്റും, ഇപ്പം ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് ഇന്ധനം കത്തിച്ചിട്ടല്ലല്ലോ. അപ്പൊ ബഹിരാകാശത്തിന്റെ സാധ്യതകൾ അനന്തമാണ്. ബഹിരാകാശത്തിലൂടെയുള്ള യാത്രയുടെ സാധ്യതകൾ അനന്തമാണ്. അടുത്ത തലമുറ യാത്ര ചെയ്യുന്നത് ഇന്ന് അന്തരീക്ഷത്തിലൂടെ ആണെങ്കിൽ അടുത്ത തലമുറ യാത്ര ചെയ്യുന്നത് ബഹിരാകാശത്തിലൂടെ ആയിരിക്കും. അതിന്റെ തുടക്കമാണ്. അപ്പൊ അത്തരം ഒരു വലിയ ടെക്നോളജി, പുതിയൊരു കുതിച്ചുചാട്ടത്തിനുള്ള ഒരു പ്രവർത്തനം നടക്കുമ്പോൾ
അതിൻ്റെ പിന്നിലുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ, അത് പരാജയമാകുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ക്രമീകരണങ്ങളൊക്കെ വളരെ ദീർഘമായ പ്രവർത്തനമാണ്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെ ലളിതമായിട്ട് ആളുകളെ എല്ലാവരും ഈ ചോദ്യം ചോദിക്കും. ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരും വിശദീകരിച്ചാൽ മനസ്സിലാവാത്തവരും ചോദിക്കും. അവരോട് എളുപ്പത്തിൽ പറയാനുള്ള തമാശയായിട്ടൊക്കെ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, അങ്ങോട്ട് പോകാൻ നാളെ വേണേ പറ്റും, തിരിച്ചു വരാനുള്ള പേടി കൊണ്ടാണ് താമസിക്കുന്നതെന്നൊക്കെ. അത്രേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യനും കൂടെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലേ, മൈഗ്രേഷൻ റിവേഴ്സ് ചെയ്യുന്നൊരു അല്ലേ? ഓരോ ചോദ്യം എന്നോട് ചോദിക്കാവുള്ളൂ. റിവേഴ്സ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്ന ബ്രെയിനൊക്കെ ഇവിടെ ഉണ്ട്, ശരീരം മാത്രമേ പോകുന്നുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെയൊക്കെ ഇവിടെ ഇരിക്കുന്നവരുടെ ബ്രെയിൻ മോശമൊന്നുമല്ല. ബ്രെയിൻ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നവരുണ്ട്, ഫിസിക്കൽ ജോലിക്ക് വേണ്ടി പോകുന്നവരുണ്ട്, എല്ലാത്തരം ആളുകളുണ്ട്. ഒരു പരിധിവരെ നമുക്ക് ഇപ്പോൾ വേറെ വഴിയില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്, അല്ലേ? ഇവിടെ ഓപ്പർച്യൂണിറ്റി കൊടുത്താലല്ലേ അവരിവിടെ നിൽക്കൂ. അപ്പം ഇവിടെ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള സൊല്യൂഷൻ. എന്ത് ഓപ്പർച്യൂണിറ്റിയാണ്? അവിടെ കിട്ടുന്ന അതേ സൗകര്യങ്ങളോടെ, അതേ പ്രതിഫലത്തോടെ, അതേ ജീവിത സാഹചര്യങ്ങളോടെ ഇവിടെ അവസരം കൊടുത്താൽ ഈ പോയവരൊക്കെ തിരിച്ചു വരും, അല്ലെങ്കിൽ പോകാതിരിക്കുകയെങ്കിലും ചെയ്യും.